പാർലമെന്റ് നടപടിക്രമങ്ങൾ 8ാം ദിവസത്തിലേക്ക്. റഫേൽ ഇടപാടിനെക്കുറിച്ച് സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്ന ആവശ്യം ഇന്നും സഭയെ പ്രക്ഷുബ്ധമാക്കും. അതേസമയം പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ഇന്ന് ചേരും. റഫേലിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന ആരോപണത്തിൽ വിശദീകരണം തേടി അറ്റോർണി ജനറലിനെ വിളിച്ചു വരുത്തുന്നത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. റഫേലിൽ ചർച്ചയാകാം, അന്വേഷണമില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിനെതിരെ അനുദിനം പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുന്നതല്ലാതെ കുറയുന്നില്ല. പാർലമെന്റ് സമിതിയെ പോലും കേന്ദ്ര സർക്കാർ പേടിക്കുന്നുവെന്നാണ് CPIM-ഉം കോൺഗ്രസും ചൂണ്ടിക്കാട്ടുന്നത്. 24 ബില്ലുകൾ അജണ്ടയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച ശീതകാല സമ്മേളനം ഒരു ദിവസം പോലും പൂർണ്ണമായും ചേരാനായില്ല. ബഹളത്തിനിടയിൽ ചർച്ചയില്ലാതെ 2 ബില്ലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയെടുത്തിരുന്നു. അതേസമയം നിർണായകമായ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി യോഗം ഇന്നു ചേരും. റഫേലിൽ CAG റിപ്പോർട്ട് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി പരിശോധിച്ചെന്ന സുപ്രീം കോടതി വിധി വന്നതിനു ശേഷമുള്ള ആദ്യ യോഗമാണിത്. കമ്മിറ്റിയുടെ പേരിൽ അറ്റോർണി ജനറൽ KK വേണുഗോപാൽ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ AGയെ വിളിച്ച് വിശദീകരണം തരണമെന്ന ആവശ്യം ശക്തമാണ്. ഇത് സംബന്ധിച്ച് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ഇന്ന് തീരുമാനമെടുക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. KSRTC-യുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. ഇപ്പോൾ ജീവൻകുമാർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ജീവൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് എംപാനൽ ജീവനക്കാർ വലിയ വിഷമം നേരിടുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ, മറ്റൊരു ഭാഗത്ത് ഉദ്യോഗാർത്ഥികൾ വലിയ പ്രതീക്ഷയിലുമാണ്. അതിന്റെ ക്യൂ ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതുമാണ് ജീവൻ അവിടെ നിന്ന് തത്സമയം റിപ്പോർട്ട് ചെയ്യുമ്പോൾ. ഏതായാലും ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി എത്ര ദിവസമാണ് ഇവരുടെ സെലക്ഷൻ നടത്തി പരിശീലനമൊക്കെ പൂർത്തിയാക്കാൻ KSRTC-ക്ക് കഴിയുക? ആനന്ദ്, ഒരുപക്ഷെ ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതീക്ഷ ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് നിരാശ, ഇത് രണ്ടും കലർന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടതായി വരുന്നത്. കാരണം ഏതാണ്ട് ഒറ്റയടിക്ക് 4071 ആളുകളുടെ ജോലി നഷ്ടമാകുന്നു. 4051 പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കുന്ന ഒരുപക്ഷെ കേരളത്തിൻ്റെ നാളിതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ സങ്കീർണവും അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു നിയമന പ്രക്രിയയ്ക്ക് ഇന്നിവിടെ അല്പസമയത്തിനകം തുടക്കം കുറിക്കാനായി പോകുന്നു. ഉദ്യോഗാർത്ഥികളുടെ ആദ്യ സംഘത്തെ ഇപ്പോൾ KSRTC-യുടെ ഹെഡ് ഓഫീസിനുള്ളിലേക്ക് പോയിരിക്കുന്നു. ആദ്യത്തെ 1000 പേർക്കാണ് ആദ്യം നിയമനം അവരുടെ ഇന്റർവ്യൂ കാർഡുകളാണ് ഇപ്പോൾ വെരിഫൈ ചെയ്യുന്നത്. അവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ് ഇപ്പോൾ നടക്കേണ്ടത്. ഇത്രയധികം ആളുകളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എങ്ങനെയാണ് നടത്തി തീർക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മളുടെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഇതിന് നമ്മുടെ മുന്നിലുണ്ട്. ആദ്യഘട്ട ഇന്ന് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ഇപ്പോൾ ഈ ഹെഡ് ഓഫീസിന് മുന്നിൽ ഏതാണ്ട് 1000-നടുത്ത് ആളുകളുടെ ഒരു കൂട്ടം ഉണ്ട് എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത്രയധികം ആളുകളില്ല എന്നും ഒരു വിലയിരുത്തലുണ്ട്. എത്ര ആളുകൾ വന്നു, എത്ര ആളുകൾ ഈ നിയമന പ്രക്രിയയുടെ ഭാഗമായി എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ മാത്രമേ അതിൽ കൃത്യമായ ഒരു വ്യക്തതയോടുകൂടി ആ കാര്യത്തിൽ നമുക്കൊരു മറുപടി നൽകാനാവൂ. പക്ഷേ പൊതുവിൽ ഉദ്യോഗാർത്ഥികൾ ഒരു വലിയ സംതൃപ്തിയിലാണ്. കാരണം 2003 ഒരു ലിസ്റ്റ്, ആ ലിസ്റ്റ് 5 വർഷത്തിന് ശേഷം ഒരിക്കൽ പോലും ഇതിൽ നിയമനം നടക്കും എന്ന് സ്വപ്നത്തിൽ പോലും ലഭിക്കാതിരുന്നൊരു ഘട്ടത്തിൽ, പ്രതീക്ഷിക്കാതിരുന്നൊരു ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി അവർക്ക് ഇത്തരത്തിൽ ഒരു നിയമനത്തിനുള്ള സാഹചര്യം മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്നു. ആ പശ്ചാത്തലം തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം തികച്ചും ഒരു ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിലവിൽ പലർക്കും സംസ്ഥാനത്തിന് പുറത്ത് മറ്റ് ജോലികൾ തിരക്കിപ്പോയവരുണ്ട്, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം ഇത്തരത്തിൽ ഈ റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നിട്ടും അവർക്ക് ഇന്നിവിടെ എത്താൻ കഴിയാത്തതാവുന്ന ഒരു സാഹചര്യം. അതെങ്ങനെയാണ് ഇനി വരും ദിവസങ്ങളിൽ KSRTC മാനേജ്മെന്റ് നേരിടാൻ പോകുന്നത് എന്നത് ഒരു വലിയ പ്രശ്നമായി, ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. 2, ഇപ്പോൾ എനിക്ക് പുറകിൽ കാണുന്ന ഈ ആളുകൾക്ക് വളരെ വേഗം അവരെ ട്രെയിനിങ് പൂർത്തീകരിച്ചുകൊണ്ട് ലൈൻ ബസ്സുകളിൽ അവരെ വിന്യസിക്കേണ്ടതുണ്ട്. കാരണം KSRTC ഇന്നലെ അടക്കം ഏതാണ്ട് 1000-ലേറെ സർവീസുകൾ സംസ്ഥാന വ്യാപകമായി മുടങ്ങിയിരിക്കുന്നു. എംപാനലുകാരായിട്ടുള്ള ആളുകൾ കൂട്ടത്തോടുകൂടി പിരിച്ചുവിടപ്പെട്ട സാഹചര്യത്തിൽ ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ട് അത് വളരെ വേഗം തരണം ചെയ്യേണ്ടതുണ്ട്. അതിന് ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളായി എത്തിയിരിക്കുന്നവർക്ക് നിയമന പത്രിക നൽകിയ ശേഷം അവരുടെ ട്രെയിനിങ് പൂർത്തീകരിക്കേണ്ടതുണ്ട്. KSRTC-യുടെ മാനേജിംഗ് ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കുന്ന സവിശേഷമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കണ്ടക്ടർ ലൈസൻസ് ഇല്ലാത്ത ആളുകൾക്കും അവർക്ക് KSRTC-യുടെ ലൈൻ ബസ്സുകളിൽ കണ്ടക്ടർമാരായി നിയമിക്കാം. പക്ഷേ വളരെ വേഗം ലൈസൻസ് നേടിയെടുക്കേണ്ടതുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ വളരെ വേഗം ഇവരുടെ ട്രെയിനിങ് പൂർത്തീകരിക്കുക എന്നടക്കമുള്ള തികച്ചും സങ്കീർണമായ പ്രക്രിയ
പൂർത്തീകരിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തിന്, ജനങ്ങൾ നേരിടുന്ന ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാവൂ. ഒരുപക്ഷെ KSRTC അതിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക പരാധീനതയെ നേരിടുന്ന ഘട്ടത്തിൽ ഇത്ര വലിയൊരു നിയമന പ്രക്രിയ എന്നത് KSRTCക്കും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കീർണമായൊരു പ്രക്രിയയാണ്. പക്ഷേ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്ത് നമ്മൾ പറയുമ്പോൾ തികച്ചും ശുഭകരമായ ചില, ഒരുപക്ഷെ ഇനി ഒരിക്കലും ഒരു സർക്കാർ ജോലിക്ക് ശ്രമിക്കാൻ പോലും കഴിയാത്തവണ്ണം ഏജ് ഓവറായി പോയ ആളുകളടക്കം ഇന്നത്തെ ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കൊപ്പം കോഴിക്കോട് നിന്നുള്ള ഒരു 46 വയസ്സുള്ള സുധ എന്ന ഒരു ഉദ്യോഗാർത്ഥി നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊരു ജോലിക്ക്, ഒരു സർക്കാർ ജോലിക്ക് ഇനി ഒരിക്കലും പോകാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അങ്ങനെ നിൽക്കുന്നൊരു ഘട്ടത്തിൽ KSRTCയിൽ നിന്നും ഇത്തരത്തിലുള്ള അഡ്വൈസ് വന്നിരിക്കുന്നത് ഒരു വലിയ ആശ്വാസമാണ്. അപ്പോൾ ഇതുവരെ നിയമനമില്ല, അപ്പോൾ ഇനി ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ കേസ് വിധി വന്നപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇതിൽ നിയമനം വരുന്നത് അത്രയാണ്. ഇനിയൊരു ചാൻസ് ഇല്ല എനിക്ക്. 46 വയസ്സായി. ഉദ്യോഗം ലഭിച്ചാൽ സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറാണ്. ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ എംപാനലുകാരായിട്ടുള്ള ആളുകൾക്കും ഇതുപോലെയുള്ളവരുണ്ട്. 46 വയസ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ വളരെ വേഗം ജോലി, അവരുടെ കാര്യത്തിൽ ഒരു അനുകമ്പ തോന്നുന്നു. അനുകമ്പ ഉണ്ട്. അതെങ്ങനെയായാലും ഒരു കുടുംബം പറ്റണ ഒരു ഇതാണല്ലോ. അപ്പോൾ അതിലും അനുകമ്പ ഉണ്ട്. ഞങ്ങളെ കാര്യം വെച്ച് നോക്കുമ്പോൾ അതും പ്രശ്നമാണ്. KSRTCയുടെ ഈ കണ്ടക്ടർമാരായി നിയമിക്കുന്നതിന് മുമ്പുള്ള ചില പരിശീലനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. കാരണം ടിക്കറ്റ് കൊടുക്കുക മാത്രമല്ല, വരുന്ന പണം അതാത് സമയത്ത് ഇതിൽ നമ്മുടെ പുതിയ മെഷീനിൽ എൻ്റർ ചെയ്യുക, അതടക്കമുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം വളരെ വേഗം പഠിച്ചെടുക്കാം എന്നൊരു പ്രതീക്ഷ ഒരാഴ്ച എന്തായാലും വേണ്ടി വരും. അത് കിട്ടിയാൽ ഉറപ്പായിട്ടും. ഏതെങ്കിലും തരത്തിൽ ഇതിന് സമാനമായ ഏതെങ്കിലും ജോലികൾ മുമ്പ് ചെയ്തു? ഇതിന് സമാനമല്ല. ഫാർമസി, മെഡിക്കൽസിലായിരുന്നു. ഇങ്ങനെ സെയിൽസ് അസിസ്റ്റൻ്റ് ആയിട്ട് പോവായിരുന്നു. അപ്പം ഇതായിട്ട് ബന്ധമില്ലല്ലോ. ഇത്തരത്തിൽ ഒരു പ്രതീക്ഷയുമില്ല തോന്നലുണ്ട്. ഒരു പ്രതീക്ഷയുമില്ലായിരുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് വന്ന ഒരു അസുലഭാവം. അതെ 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 തീർച്ചയായും ഇതാണ് നമ്മളോട് ഇവർ പറയുന്ന ഒരു കാര്യം. കാരണം നമ്മളോട് ഇപ്പോൾ സംസാരിച്ച കോഴിക്കോട് സ്വദേശിനിയായ സുധ അടക്കമുള്ളവർ, അവർക്ക് ഇനി ഒരിക്കലും ഒരു ജോലി ജീവിതത്തിൽ ഒരിക്കലും ലഭ്യമാകാൻ കഴിയാത്തവണ്ണം ഏജ് ഓവറായി പോയ ആളുകളാണ്. അവരെപ്പോലുള്ള ആളുകൾക്കാണ് ഇത്തരമൊരു ജോലിയുടെ ഏറ്റവും വലിയ നേട്ടം ലഭിക്കുക. കാരണം ഇത്തരം ആളുകൾക്ക് എങ്ങനെയാണ് അവർക്ക് ഇതുകൊണ്ടുണ്ടാവുന്ന ഒരു പ്രയോജനം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. കാരണം ഇനി ഈ നിയമന പ്രക്രിയ പൂർത്തിയാവുന്നതോടുകൂടി ഇവർക്ക് ജോലി ലഭ്യമാകുന്നതോടുകൂടി ഇവരുടെയും കുടുംബങ്ങൾ രക്ഷപ്പെടുകയാണ്. ഒരുപക്ഷെ ഒരു ആയുസിൻ്റെ തന്നെ ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ അവർ പഠിച്ച് പരീക്ഷ എഴുതി വിജയിച്ചു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം. ആ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം വലിയ സന്തോഷം ഉണ്ട് എന്നതാണ്. ഇത് എത്രത്തോളം ഇതിൽ പൂർത്തീകരിക്കപ്പെടാനാവും എന്നതാണ് ഇനി വരും മണിക്കൂറുകൾക്കുള്ളിൽ അറിയേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വരും മണിക്കൂറുകൾ കൊണ്ട് ഇതിൻ്റെ നിയമന പ്രക്രിയ വളരെ വേഗം പൂർത്തീകരിക്കുക എന്ന തികച്ചും സങ്കീർണമായ ഒരു ഘടകമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ എടുക്കാമെന്ന് തോന്നുന്നു. മുമ്പ് സമാനമായ ഇപ്പോൾ ഇങ്ങനൊരു ഉദ്യോഗം ലഭിക്കുന്ന വൈകി കിട്ടിയ നീതിയായി ഒന്നും പറയാനില്ല, എല്ലാം കഴിഞ്ഞിട്ട് പറയാൻ. തീർച്ചയായും നമ്മളോടിപ്പോൾ പ്രതികരിച്ച സ്ത്രീ അടക്കമുള്ളവർ, അവർ പറയുന്നു, ഉദ്യോഗാർത്ഥി അടക്കമുള്ളവർ പറയുന്നത് ഇത്തരം കൂടുതൽ കമൻറ്റുകളൊന്നും ഈ കാര്യത്തിൽ പറയാൻ തയ്യാറല്ല. പക്ഷേ എങ്കിലും അവരുടെ ശരീരഭാഷ അല്ലെങ്കിൽ അവരുടെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം ഒരു വലിയ ആശ്വാസം അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഒരു വൈകി കിട്ടിയ നീതി എന്നതിൻ്റെ പ്രതിഫലനം ഇവരിൽ ഇരിക്കുന്ന പലരുടെയും മുഖഭാവങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അമിതമായ ഒരു ആഹ്ലാദമോ അല്ലെങ്കിൽ ഒരു വലിയ പ്രതീക്ഷയോ അവരുടെ മുഖങ്ങളിൽ എവിടെയുമില്ല. ഒരുപക്ഷെ തങ്ങൾക്ക് അർഹതപ്പെട്ടൊരു നീതി കഴിഞ്ഞ കുറേ കാലമായി നിഷേധിക്കപ്പെട്ടതിൻ്റെ രോക്ഷവും പ്രതിഷേധവും എല്ലാം അവരുടെ മനസ്സിലുണ്ടെങ്കിലും ഒരു സർക്കാർ ജോലി എന്ന ഒരു വലിയ സ്വപ്നത്തിലേക്ക് അവർ നടന്നെടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അതിന് ഒരു കയ്യെത്തും ദൂരത്ത് നിൽക്കുന്നതിൻ്റെ ആശ്വാസം അവരുടെ എല്ലാം മുഖത്തുണ്ട്. ഈ പ്രക്രിയ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പൂർത്തീകരിക്കപ്പെടുമെന്നതാണ് ഔദ്യോഗികമായി നമ്മളോട് പറയുന്നതെങ്കിലും
1 മണിക്കൊണ്ട് ഇത് തീരും എന്ന് തോന്നുന്നില്ല. കാരണം തികച്ചും സങ്കീർണമായ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. അത് പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ ഇനി ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയുള്ളൂ. അത് എത്രയും വേഗം പൂർത്തീകരിക്കുക എന്ന ഒരു ഇതിലാണ് മാനേജ്മെൻ്റ് ഉള്ളത്. KSRTCയുടെ മാനേജിംഗ് ഡയറക്ടർ ടോമിൻ തച്ചങ്കരി അല്പസമയത്തിനകം ഹെഡ് ഓഫീസിലേക്ക് എത്തിച്ചേരും. നിലവിൽ മറ്റൊരു അഭ്യൂഹം ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പ്രചരിച്ചിരുന്നത് ഈ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എംപാനലുകാരുടെ ശമ്പളം മാത്രമായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ദിവസവേതനക്കാരുടെ ശമ്പളം മാത്രമായിരിക്കും ഉണ്ടാവുക എന്നതായിരുന്നു പ്രധാനമായും പ്രചരിച്ചിരുന്ന ഒരു അഭ്യൂഹങ്ങളിലൊന്ന്. അത്തരം അഭ്യൂഹങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് മന്ത്രിയും സർക്കാരുമെല്ലാം ആവർത്തിച്ച് വ്യക്തമായി കഴിഞ്ഞു. കാരണം PSCയുടെ നിയമന പ്രക്രിയയിൽ പറയുന്നത് പ്രകാരമുള്ള യഥാർത്ഥ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം തന്നെ ഇവർക്കും ഈ കണ്ടക്ടർമാർക്കും ഉണ്ടാവും എന്ന് വ്യക്തമാക്കിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അഭ്യൂഹങ്ങൾക്ക് അടിസ്ഥാനമില്ല. അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമം വിട്ടുകൊണ്ട് ഒരുപക്ഷെ ഒരു ചരിത്ര മുഹൂർത്തത്തിലേക്ക് കടക്കുകയാണ്. ശരി ജീവൻ, ഏതായാലും KSRTCയുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് പരിശോധിക്കാം. ഏതായാലും 4051ഓളം പേർക്ക് അഡ്വൈസ് മെമ്മോ അയച്ചിട്ടുണ്ട്. പക്ഷെ അത്രയും പേർ ഏതായാലും ഇന്റർവ്യൂവിന് എത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സ്ഥിരീകരണം. മറ്റു വാർത്തകൾ കൂടി നോക്കാം. ബജറംഗ് ദൾ പ്രവർത്തകർ കൊലപ്പെടുത്തിയ ബുലന്ദ്ഷഹറിലെ പോലീസ് ഉദ്യോഗസ്ഥൻ സുബോധ് കുമാറിന്റെ കേസ് അന്വേഷണം എങ്ങുമെത്താതെ വഴിമുട്ടി നിൽക്കുന്നു. 3 സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തിയിട്ടും ഇതുവരെ പ്രതികളെ പിടികൂടാനായിട്ടില്ല. പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള യോഗി സർക്കാരിന്റെ നടപടിക്കെതിരെ രാജ്യമൊട്ടാകെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജൻ ഏകതാ ജൻ അധികാർ ആന്തോളൻ അറിയിച്ചു. അതേസമയം പാർലമെന്റിലെ ഇരുസഭകളിലും ഈ വിഷയം ഉന്നയിക്കുമെന്ന് ഇടത് MP-മാർ പ്രതികരിച്ചു. ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷഹറിൽ അക്രമികൾ കൊലപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ സുബോധ് കുമാറിന്റെ മരണം നടന്നിട്ട് 17 ദിവസമായെങ്കിലും കേസ് അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. ദുഃഖത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ എത്തിയ സമയത്തും സുബോധ് കുമാറിന്റെ മരണം അപകടം മാത്രമാണെന്ന് പറഞ്ഞൊഴിയുന്ന നിലപാടാണ് ഉത്തർപ്രദേശ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ആയിട്ട് നടന്ന ആൾക്കൂട്ട കൊലപാതകം ദാദ്രിയിലെ മുഹമ്മദ് അക്ലക്കിൻ്റെയാണ്. അത് അന്വേഷിച്ചത് സുബോധ് കുമാർ സിംഗ് ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിലാണ് അന്ന് അവിടെ പിടിച്ചത് ആടുമാംസമാണ് എന്ന് തെളിഞ്ഞതും അതിൽ പ്രതികളായിട്ടുള്ള RSSകാർ അറസ്റ്റ് ചെയ്യപ്പെട്ടതും അന്ന് നോട്ടം വെച്ചതാണ് സുബോധ് കുമാർ സിംഗിനെ. ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇന്ന് സുബോധ് കുമാർ സിംഗിനെ ഇവർ വെടിവെച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള യോഗി സർക്കാരിന്റെ നടപടിക്കെതിരെ രാജ്യമൊട്ടാകെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജൻ ഏകതാ ജൻ അധികാർ ആന്തോളൻ വ്യക്തമാക്കി. കിസാൻ സഭയടക്കമുള്ള ജൻ ഏകതാ ജൻ അധികാർ ആന്തോളന്റെ നേതാക്കൾ സുബോധ് കുമാറിന്റെ കുടുംബത്തെ സന്ദർശിച്ചു. പശുവിന്റെ പേരിൽ സംഘപരിവാർ പ്രവർത്തകർ കൊലപ്പെടുത്തിയ അഖ്ലാഖിന്റെ കേസിൽ നിർണായകമായ തെളിവുകൾ കണ്ടെത്തിയത് സുബോധ് കുമാറാണ്. എന്നാൽ ആ സമയത്ത് പ്രാദേശികമായി പിതാവിന് ഭീഷണികൾ ഉണ്ടായിരുന്നുവെന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ റിപ്പോർട്ട് വന്നതിനു ശേഷം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുമെന്നും കുടുംബം അറിയിച്ചു. സുബോധ് കുമാറിന്റെ ശരീരത്തിൽ 25 മുറിവുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും ഈ കൊലപാതകം വ്യക്തമായ ഗൂഢാലോചനയോടെ നടത്തിയതാണെന്നും കുടുംബം പീപ്പിൾ ടിവിയോട് പറഞ്ഞു. My father's got 25 lacerated wounds, and there's this X wound in his thumb, there's knife wound in his back, there's a bullet injury in the head. You just cannot say that it's random. It has to be a conspiracy. കുടുംബം ഒരേ സ്വരത്തിൽ പറയുന്നു, ഇത് വ്യക്തമായ ഗൂഢാലോചന നടന്ന ഒരു കേസാണ്. എന്തായാലും പശു എന്ന ഒരു മൃഗത്തിന്റെ പേരിൽ ഒരു കുടുംബത്തിന് ഇല്ലാതായിരിക്കുന്നത് നട്ടെല്ലാണ്. ക്യാമറാമാൻ അതുലിനോടൊപ്പം ഹരീഷ് ചരങ്ങാട്ട്. കൊച്ചിയിൽ ബ്യൂട്ടി പാർലറിന് നേരെയുണ്ടായ അക്രമത്തിൽ പോലീസ് സംരക്ഷണം തേടി ഉടമയായ നടി ലീന മരിയ പോൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇന്നലെ ഹർജി പരിഗണിച്ച കോടതി സർക്കാരിനോട് നിലപാട് അറിയിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. നടിക്കെതിരെ മറ്റെന്തെങ്കിലും കേസുകൾ കേരളത്തിലുണ്ടോ എന്നും സർക്കാർ ഇന്ന് അറിയിക്കും. വെടിവയ്പ്പിന് പിന്നിൽ മുംബൈ അധോലോകമാണെന്നും തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നുമാണ് ഹർജിയിലെ ആരോപണം. അക്രമത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും ഈ സാഹചര്യത്തിൽ തനിക്കും തന്റെ സ്ഥാപനങ്ങൾക്കും സംരക്ഷണം നൽകാൻ പോലീസിന് നിർദ്ദേശം നൽകണം എന്നുമാണ് ഹർജിയിലെ ആവശ്യം. പാല കർമ്മലീത്ത മഠാംഗമായിരുന്ന സിസ്റ്റർ അമലയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സതീഷ് ബാബു കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. പാല അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ കമനീഷ് ഇന്ന് വിധി പറയും. 87 പ്രമാണങ്ങളും 20 തൊണ്ടി മുതലുകളും പരിശോധിച്ച കോടതി 65 സാക്ഷികളെ വിസ്തരിച്ചു. വിശദമായ വാദം കേൾക്കലിന് ശേഷം കൊലപാതകം, ഭവനഭേദനം, ബലാത്സംഗം എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു. പ്രതി കാസർഗോഡ് സ്വദേശി സതീഷ് ബാബു നിലവിൽ മറ്റൊരു കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്.
വനിതാ മതിലിനെതിരെ സമർപ്പിക്കപ്പെട്ട ഏതാനും ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വനിതാ മതിലിനായി സർക്കാർ പണം ദുർവിനിയോഗം ചെയ്യുന്നുവെന്നും ജീവനക്കാരെ നിർബന്ധിക്കുന്നുവെന്നും ആരോപിച്ചുള്ള ഏതാനും ഹർജികളാണ് കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കാൻ കഴിഞ്ഞ ദിവസം കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. സർക്കാർ ഇന്ന് നിലപാട് അറിയിക്കും. വനിതാ മതിൽ സംഘടിപ്പിക്കുന്നതിൽ എന്ത് തെറ്റെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കവേ ചോദിച്ചിരുന്നു. വനിതാ മതിലിന് നിർബന്ധിത സ്വഭാവം ഇല്ലല്ലോ എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. വനിതാ മതിലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പെൺകുട്ടികൾ രാത്രിയിൽ പാട്ടും കലാരൂപങ്ങളുമായി ഒത്തുചേർന്നു. കേരള സർവകലാശാല യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കാര്യവട്ടം ക്യാമ്പസിലാണ് കുട്ടികൾ ഒത്തുചേർന്നത്. വനിതാ മതിലിന് ആഭിമുഖ്യം പ്രഖ്യാപിച്ചാണ് 300-ലേറെ പെൺകുട്ടികൾ കാര്യവട്ടം ക്യാമ്പസിൽ രാത്രിയിൽ ഒത്തുചേർന്നത്. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടി വിജയിപ്പിക്കുമെന്ന് പെൺകുട്ടികൾ പ്രഖ്യാപിച്ചു. പാട്ടും നാടൻ കലാരൂപങ്ങളുമായി ഒത്തുചേർന്ന പെൺകുട്ടികൾ മതിലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കേരള സർവകലാശാലയ്ക്ക് കീഴിലെ എല്ലാ കോളേജുകളിലെ വിദ്യാർത്ഥിനികളും വനിതാ മതിലിൽ പങ്കെടുക്കുമെന്ന് സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ ശ്യാമിലി പീപ്പിളിനോട് പറഞ്ഞു. കേരളത്തിലെ വിദ്യാർത്ഥിനികളുടെ ഒരു വലിയ കൂട്ടം ഈ മതിലിനൊപ്പം ചേരണം. ഈ മതിലിനെ ഒരു വിഭാഗം ആളുകൾ തള്ളിപ്പറയുമ്പോൾ പൊതുജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തീർച്ചയായും വിദ്യാഭ്യാസ സമ്പന്നരായ പെൺകുട്ടികൾ തന്നെയാണ് ഈ മതിലിനെ ശക്തിപ്പെടുത്തേണ്ടതെന്ന തിരിച്ചറിവിന്റെ ഭാഗമായാണ് കേരള സർവകലാശാല യൂണിയൻ ഈ വനിതാ മതിലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ക്യാമ്പസുകൾ സർവകലാശാലയ്ക്കുകളിലുള്ള ക്യാമ്പസുകൾക്കകത്ത് അണിനിരത്താൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. മാധ്യമപ്രവർത്തക അപർണ സെൻ പെൺകുട്ടികളുടെ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറി RS ശ്രീജിത്ത് പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വനിതാ മതിലിൽ അക്കാദമിക സമൂഹവും കൈകോർക്കുന്നു. നവോത്ഥാന മതിലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കോളേജ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ കൊച്ചിയിൽ തെരുവോര വര സംഘടിപ്പിച്ചു. കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അക്കാദമിക സമൂഹത്തിന്റേതു കൂടിയാണെന്ന തിരിച്ചറിവാണ് തെരുവോരയ്ക്ക് പ്രചോദനമായത്. മഹാരാജാസ് കോളേജിന് മുന്നിൽ വിരിച്ച ക്യാൻവാസിൽ അവരെഴുതി, നവോത്ഥാനം ഉണരട്ടെ, നവോത്ഥാനം പുലരട്ടെ. ഭരണഘടന സംരക്ഷിച്ചെങ്കിൽ മാത്രമേ സ്ത്രീ സ്വാതന്ത്ര്യം നിലനിൽക്കൂ എന്ന് തെരുവോര വരയുടെ ഉദ്ഘാടനം നിർവഹിച്ച് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഷിജി ശിവജി പറഞ്ഞു. മതേതരത്വവും ഭരണഘടനയും ജനാധിപത്യവും പുലരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകൂ, അവകാശങ്ങളുണ്ടാകൂ, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടാകൂ. അതുകൊണ്ട് തന്നെ ഈ വനിതാ മതിൽ വിജയിക്കും. അതിനുവേണ്ടി സ്ത്രീ സമൂഹം, കേരളത്തിലെ സ്ത്രീ സമൂഹം, മലയാളി സമൂഹം ഒട്ടാകെ ഇതിനോടൊപ്പം അണിചേരണം. കോളേജ് അധ്യാപക സംഘടന AKGCTയുടെ വനിതാ സബ് കമ്മിറ്റിയും കോളേജ് യൂണിയനും ചേർന്നാണ് തെരുവോര വര സംഘടിപ്പിച്ചത്. AKGCT സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മുഴുവൻ കോളേജുകളിലും പരിപാടി സംഘടിപ്പിച്ചിരുന്നുവെന്ന് വനിതാ സബ് കമ്മിറ്റി സംസ്ഥാന കൺവീനർ ഡോക്ടർ സുമി ജോയ് പറഞ്ഞു. പുരോഗമന കേരളത്തെ വീണ്ടെടുക്കാനുള്ള അല്ലെങ്കിൽ അതിനെ നിലനിർത്താനുള്ള ഉത്തരവാദിത്തം അക്കാദമിക സമൂഹത്തിന്റെ കൂടിയാണ് എന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ച് കൈകോർക്കുന്ന ഒരു സംരംഭം എന്ന നിലയിലാണ് തെരുവോര വര സംഘടിപ്പിച്ചിരിക്കുന്നത്. തെരുവോര വരയ്ക്ക് ശേഷം അധ്യാപകരും വിദ്യാർത്ഥികളും പരസ്പരം കൈകോർത്ത് വനിതാ മതിലിന്റെ മാതൃക തീർത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹർത്താലിനെ നേരിടാൻ ഒരുങ്ങി വ്യാപാരി സംഘടനകൾ. ഹർത്താലിനെതിരെ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാൻ വ്യാപാരികൾക്ക് പുറമെ ബസ് ഉടമകളും വ്യവസായികളും ഇന്ന് കോഴിക്കോട് ചേരും. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് വിവിധ സംഘടനകൾ ഹർത്താലിനെതിരെ സംഘടിക്കുന്നത്. ഹർത്താൽ മൂലം വ്യാപാര വ്യവസായ മേഖലകൾക്കുണ്ടാകുന്ന നഷ്ടം കൂടിയതാണ് പുതിയ കൂട്ടായ്മ രൂപീകരിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ. ഇന്ന് കോഴിക്കോട് നടക്കുന്ന യോഗത്തിൽ 32 സംഘടനകൾ പങ്കെടുക്കും. ഏകോപന സമിതിക്ക് പുറമെ മറ്റ് വ്യാപാരി വ്യവസായി സംഘടനകൾ, ബസ് ഉടമകൾ, ഹോട്ടൽ ഉടമകളുടെ സംഘടന തുടങ്ങിയവരും യോഗത്തിനെത്തും. ഇടയ്ക്കിടെയുള്ള ഹർത്താലുകൾക്കെതിരെ പ്രതികരിക്കാൻ ഒരു ഫോറം ഉണ്ടാക്കാനാണ് തീരുമാനം. അനാവശ്യ ഹർത്താലുകൾ ചെറുക്കാനായിരിക്കും ഈ നീക്കം. ഹർത്താലുകളെ നേരിടാൻ ഹർത്താൽ ദിനത്തിൽ ഒരേ സമയം കടകൾ തുറന്നു പ്രവർത്തിക്കുന്നതടക്കമുള്ള തീരുമാനങ്ങളും യോഗത്തിലുണ്ടാകും. കേരളത്തിലെ എല്ലാ സംഘടനയും ഞങ്ങളും തമ്മിൽ ആശയവിനിമയം നടത്തിയപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രതികരിക്കുക. ആ കൂട്ടായ്മ അനാവശ്യമായ ഹർത്താലുകളെ മുൻകൂട്ടി അറിയാതെ ഹർത്താലുകൾ നടത്തുന്നതിനെ എതിർക്കും. ചില ആളുകൾ പ്രസ്താവനകളുമായി സമയമായി വന്നാൽ ഒറ്റ സമയത്ത് എല്ലാവരും കൂടി തുറന്നു വന്ന് അങ്ങാടികൾ സജീവമാക്കാനുള്ള തീരുമാനം ഞങ്ങളിപ്പോൾ എടുത്തിട്ടുണ്ട്. നേരത്തെ കൊച്ചി, സുൽത്താൻ ബത്തേരി, തിരുവനന്തപുരം, ചാല തുടങ്ങിയ ഇടങ്ങളിലെ വ്യാപാരികൾ ഹർത്താലിനോട് സഹകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെയെല്ലാം ഏകോപിപ്പിച്ച് സംസ്ഥാന അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
മറ്റൊരു വാർത്തയിലേക്ക്. മാവേലിക്കര നൂറനാട് NSS കരയോഗത്തിന് മുന്നിൽ റീത്ത് വയ്ക്കുകയും NSSനെതിരെ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്ത 2 RSS നേതാക്കൾ പോലീസ് പിടിയിൽ. നൂറനാട് സ്വദേശികളായ 2 പേരാണ് പിടിയിലായത്. നാട്ടുകാരായ 2 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ഇതപ്പോൾ ആസൂത്രിതമായി നടത്തിയ ഒരു അക്രമമായിരുന്നു എന്ന് തെളിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ആനന്ദ്, അങ്ങനെ വേണം നമുക്ക് കരുതേണ്ട. കാര്യം ചാരുമൂട് പാലമേൽ കുടശനാട് NSS കരയോഗത്തിന്റെ മുൻവശത്താണ് കഴിഞ്ഞ 2 ആഴ്ച മുൻപ് ഇത്തരത്തിൽ റീത്ത് സമർപ്പിക്കുകയും അതോടൊപ്പം തന്നെ കൊടിമരത്തിന് മുകളിൽ കരിങ്കൊടി സ്ഥാപിക്കുകയും ചെയ്തത്. NSS നേതാവിനെതിരെ, ജനറൽ സെക്രട്ടറിക്കെതിരെ മോശമായ ഭാഷയിലുള്ള വിമർശനങ്ങളും എഴുതിയിരുന്നു. ഇത്തരത്തിൽ വളരെ മോശമായിട്ട് അത് ചിത്രീകരിച്ചുകൊണ്ടാണ് NSSനെതിരെ കരയോഗത്തിന് മുൻപിൽ തന്നെ ഇത്തരത്തിൽ പ്രതിഷേധം എന്നുള്ള നിലയിൽ ഇത്തരത്തിൽ റീത്തും മറ്റും വെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ CPM-നെതിരെയും ഒക്കെ തന്നെ ആരോപണം ഉയർന്നു വന്നിരുന്നു. എങ്കിൽ തന്നെയും അതൊക്കെ തന്നെ CPM നിഷേധിച്ചിരുന്നു. അതിന് പിന്നിൽ BJP ആണെന്ന് അന്ന് തന്നെ CPM-ന്റെ പ്രാദേശിക നേതാക്കളൊക്കെ തന്നെ നിലപാട് സ്വീകരിച്ചിരുന്നു. മുറിയിലായിട്ട് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പോലീസ് മറ്റു ചില കേസുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ RSSന്റെ പിടികൂടിയത്. ഇവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും 2 പേരെ കൂടി സംഭവവുമായി ബന്ധപ്പെട്ട് പിടികൂടാനുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇത് കരുതിക്കൂട്ടി ചെയ്ത ഒരു നടപടി തന്നെയാണ്. കാരണം ഇത് CPM-ന്റെ തലയിൽ കെട്ടിവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു NSSനെതിരെയുള്ള ഒരു പ്രതിഷേധം നടന്നത്. NSSും CPM-നും തമ്മിൽ തെറ്റിച്ചുകൊണ്ട് BJP നേട്ടം കൊയ്യുക എന്നുള്ളത് കൂടിയാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് പ്രാദേശികമായി NSS കരയോഗത്തിലുള്ള 2 RSSന്റെ പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിഷേധ എന്ന നിലയിലുള്ള റീത്ത് സമർപ്പിക്കലും കരിങ്കൊടി കയറ്റിലൊക്കെ നടത്തിയത്. ഇതിനെതിരെ ഇപ്പോൾ പോലീസ് മാവേലിക്കര പോലീസ് കസ്റ്റഡിയിലാണ് പ്രതികളുള്ളത്. 2 പേരെ കൂടി പിടികൂടാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ശരി ഷാജഹാൻ, വ്യക്തമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ. സാമ്പത്തിക പരാധീനത കാരണം അൽ ഐനിലെ പ്രവാസി മലയാളി കുടുംബത്തിലെ 2 കുട്ടികൾ പഠിക്കാനാകാതെ വീട്ടിൽ തന്നെ കഴിയുന്നു. 9ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളാണ് 2 വർഷമായി വീട്ടിൽ കഴിയുന്നത്. EM അഷറഫിന്റെ റിപ്പോർട്ട് കാണാം. ബിസിനസ് തകർന്നതിനെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലായ കുടുംബനാഥൻ, രോഗിയായ ഭാര്യ, സ്കൂൾ ഫീസ് അടക്കാത്തതിനെ തുടർന്ന് പഠനം നിർത്തേണ്ടി വന്ന കുട്ടികൾ, 9ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന ഈ കുട്ടികൾ 2 വർഷമായി വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഇപ്പൊ ശരിക്കും മാറി പോണ്ടതായിരുന്നു. 2 വീട്ടിലിരിക്കുകയാണ്. 2 വർഷമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. വീട്ടിൽ എന്താ ചെയ്യാറ്? വീട്ടില് ഇവിടെ ഞാൻ കിടന്ന് കരയുക. ഞാൻ ഇവിടെ കരച്ചില്ല. അമ്മ അടുത്ത് ഉണ്ടത്തില്ല കരയുന്ന. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത മകന് എഞ്ചിനീയർ ആവണം. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനുജത്തിക്ക് ഡിസൈനർ ആവണം. എന്നാൽ ഇവർ ഇപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ സ്വപ്നങ്ങൾ നെയ്യുകയാണ്. എപ്പോഴാണ് സ്കൂൾ ഫീസ് അടക്കാൻ കഴിയുക എന്ന് ഇവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ 2 വർഷം വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി. 2 വർഷം ഇങ്ങനെ പല ജോലികളും നോക്കുമായിരുന്നു പാർട്ട് ടൈം ആയിട്ട്. ഇപ്പൊ ഇതിനിപ്പോ 17 വയസ്സ് മേലുള്ള കുട്ടികൾക്ക് പാർട്ട് ടൈം ജോബ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് കുറെ ആയിട്ട് അന്വേഷിച്ച് നോക്കി, ഇപ്പൊ ഒന്നും കിട്ടിയില്ല. പിന്നെ വീട്ടിൽ തന്നെ അങ്ങനെയൊക്കെ കൂടെ ഇങ്ങനെ ചങ്ങായും എല്ലാവരും പഠിച്ചു പോലും, പിന്നെ നമ്മൾ മാത്രം പഠിക്കാതിരിക്കുമ്പോ പെട്ടെന്നൊരു ഇതുണ്ടാവില്ല. ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ കുഴയുകയാണ് ഈ മാതാപിതാക്കൾ. വീട്ടിൽ നിന്ന് മോള് കരയോ. മോൻ പിന്നെ ഞാൻ സുഖമില്ലാത്തൊരു വ്യക്തി. എനിക്ക് ഒരു 3 ഓപ്പറേഷൻ കഴിഞ്ഞ വ്യക്തിയാണ്. അപ്പൊ മോൻ എന്നോടൊന്നും പറയത്തില്ല. ഒന്നും ഞാൻ എനിക്ക് വിഷമം ഉണ്ടാവും പറയുമ്പോൾ മോൻ പോയി മാറി നിന്ന് കരയും. അവന് പഠിക്കണമെന്ന് താല്പര്യമുണ്ട്. EM അഷ്റഫ്, ദുബായ്. അഭിഷേകപ്രിയനായ അയ്യപ്പനുള്ള നേർച്ചകളിൽ പ്രധാനമാണ് പുഷ്പാഭിഷേകം. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും എത്തിക്കുന്ന പൂക്കളാണ് അഭിഷേകത്തിനായി ഉപയോഗിക്കുന്നത്. സന്നിധാനത്ത് അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചതോടെ നിരവധി ഭക്തരാണ് പുഷ്പാഭിഷേകം നടത്തുന്നത്. ദീപാരാധന കഴിഞ്ഞുള്ള സമയത്താണ് കുടുംബൈശ്വര്യത്തിനായി അയ്യപ്പന്റെ ഇഷ്ടാഭിഷേകങ്ങളിലൊന്നായ പുഷ്പാഭിഷേകം നടത്തുന്നത്. തുളസി, തെറ്റി, അരളി, റോസ, ജമന്തി, കൂവളം തുടങ്ങി 8ഓളം പൂക്കളാണ് അഭിഷേകത്തിനായി ഉപയോഗിക്കുന്നത്. 10,000 രൂപയാണ് 6 കൂടകളിലായി ലഭിക്കുന്ന പൂക്കളുടെ വില. പൂക്കൾക്കൊപ്പം അയ്യപ്പന് ചാർത്തുവാനുള്ള ഏലക്കാമാലയും കിരീടവും ഉണ്ടാകും. താമര, തെറ്റി, റോസ, മുല്ല, അരളി, കൂവളം എന്നീ പൂക്കൾക്ക് പുറമെ
ഏലക്കാമാല കിരീടം എന്നിവയും പുഷ്പാഭിഷേകത്തിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ബാംഗ്ലൂർ, കർണാടക, തമിഴ്നാട് എന്നീ പ്രദേശങ്ങളിലാണ് പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്നത്. നെയ്യഭിഷേകവും അഷ്ടാഭിഷേകവും കഴിഞ്ഞ വിഗ്രഹം ചൂടാകുമത്രേ. അപ്പോൾ വിഗ്രഹം തണുപ്പിക്കുവാനായി പുഷ്പാഭിഷേകവും കളഭാഭിഷേകവും നടത്താറുണ്ട്. കർണാടകയിലെ ബാംഗ്ലൂരു, തമിഴ്നാട്ടിലെ സേലം, ദിണ്ടിക്കൽ എന്നിവിടങ്ങളിൽ നിന്നുമാണ് അഭിഷേകത്തിനായുള്ള പൂക്കൾ സന്നിധാനത്തെത്തിക്കുന്നത്. അയ്യപ്പന് പാലഭിഷേകവും നെയ്യഭിഷേകവും പോലെ പ്രിയമാണ് പുഷ്പാഭിഷേകവും. അതുകൊണ്ട് തന്നെ നേർച്ചയായി പുഷ്പാഭിഷേകം നടത്താൻ അയ്യപ്പ സന്നിധിയിൽ നിരവധി പേരാണ് എത്തിച്ചേരുന്നത്. സന്നിധാനത്തു നിന്നും ക്യാമറാമാൻ അഖിലേഷിനൊപ്പം റിനു ശ്രീധർ.